കൽക്കട്ട എന്ന മഹാനഗരത്തിന്റെ മറ്റൊരു മുഖമാണിത്. പാതയോരത്ത് ഫുട്പാത്തിന് സൈഡിലായിട്ട് ഇടം കണ്ടെത്തി പ്ലാസ്റ്റിക് മേഞ്ഞ കൂരകളിൽ ജീവിക്കുന്നവർ. എന്ത് കഷ്ടമാണ്! പകലന്തിയോളം പണിയെടുത്ത് രാത്രിയാവുമ്പോൾ ഒന്ന് തലചായ്ക്കാൻ ക്ഷീണം തീർക്കാനായിട്ടുള്ള വീടാണ്. സാരിയോ എന്തോ ഉപയോഗിച്ചാണ് സൈഡ് മറച്ചുകൊണ്ടിരിക്കുന്നത്. അകത്ത് നോക്കിയാൽ മെഴുകുതിരി വെട്ടം കാണാം. ചപ്പാത്തി വച്ചിട്ടുണ്ട് തറയിൽ, കഴിച്ചിട്ടില്ല. വീടിന്റെ അറ്റകുറ്റപ്പണി തീർന്നിട്ട് വേണം അല്പം ഭക്ഷണം കഴിച്ച് തല ചായ്ക്കാനായിട്ട്. ഇവിടുത്തെ സർക്കാരൊക്കെ എന്ത് ചെയ്യുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും വിധമാണ് ഇവിടുത്തെ തെരുവോരത്തെ ജീവിതങ്ങൾ. ഇങ്ങനെയുള്ള അനേകായിരം ആളുകളാണ് കൽക്കട്ടയുടെ പാതയോരങ്ങളിൽ അന്തിയുറങ്ങുന്നത്. പ്ലാസ്റ്റിക് വീട് പോലുമില്ലാത്ത ഒരുപാട് പേരെയും ഞാൻ കണ്ടു. അവർ പുതപ്പ് മൂടി കിടന്ന് വഴിയൊരിയിലൊക്കെ ഉറങ്ങുകയാണ്. വളരെ കഷ്ടം തോന്നും നമുക്ക്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വളരെ നിസ്സംഗതാവസ്ഥയാണ്. സങ്കടം തോന്നിപ്പോകും കേട്ടോ. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഇതുപോലെയുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ. ഇതാ ഈ സൈക്കിൾ റിക്ഷ നിർത്തിയിട്ടിരിക്കുകയാണ്. പകലന്തിയോളം സൈക്കിൾ റിക്ഷ ചവിട്ടി ക്ഷീണിച്ച് ഉറങ്ങാനായി വരുന്നത് ഇതേപോലെയുള്ള കുടിലുകളിലേക്കാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഭക്ഷണം കഴിക്കേണ്ടത് ഈ മെഴുകുതിരി അണയുന്നതിന് മുമ്പ് കഴിക്കണം. പക്ഷെ വീട് ആദ്യം നന്നാക്കിയിട്ടാവാം. മഴയോ മറ്റോ കാറ്റോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വെള്ളവും അകത്ത് തന്നെ കാണും.